ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പം എന്താണ് ലോക മാർക്കറ്റിൽ നടക്കുന്നതെന്നൊക്കെ കാര്യം നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ വേൾഡ് മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഡോ ജോൺസ്, S&P 500, നാസ്ഡാക്ക് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ബട്ട് ഡോ ജോൺസ് സ്ലൈറ്റ്ലി പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യാൻ, ബട്ട് കാര്യമില്ല, വെറും ലൈറ്റ് പോയിന്റ്സിലാണ് പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നുണ്ട്, ക്ലോസും ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 103 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. ഏഷ്യൻ മാർക്കറ്റ്സ് ടോട്ടലി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിൽക്കുന്നുണ്ടെന്നാണ് ടോട്ടൽ നമുക്ക് ജാപ്പനീസ് മാർക്കറ്റ്സും തായ്വാൻ വെയിറ്റിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇപ്പം ഇന്നത്തെ ദിവസം വളരെ കെയർഫുൾ ആയിട്ടിരിക്കണമെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ കോൺഫ്ലിക്റ്റ് ന്യൂസസ് പലയിടത്തു നിന്ന് വരുന്നുണ്ട്. ഇറാനുമായിട്ട് US പ്രശ്നങ്ങൾ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഇസ്രയേലും US ഇറാനുമായിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇസ്രായേൽ ഹൂതികളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ ന്യൂസസ് വരുന്നുണ്ട്. ആൻഡ് അഫ്ഗാൻ പാകിസ്ഥാൻ ബോർഡറിൽ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. സോ എന്താണ്, ഒരു ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഒരു യുദ്ധഭീതി ഇങ്ങനെ നിലനിൽക്കുന്ന കാര്യത്തിലാണ് നമ്മൾ മാർക്കറ്റിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പം നിഫ്റ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ ചെറിയൊരു ഡിമാൻഡ് ഏരിയ മാത്രം ഹോൾഡ് ചെയ്യുന്ന മാർക്കറ്റ് നിൽക്കുകയാണ്. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 25,350 അല്ലെങ്കിൽ 330 റേഞ്ച് എന്ന് പറയുന്ന ഒറ്റ ഡിമാൻഡ് ഏരിയയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് നിൽക്കുക. ഈ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, കെയർഫുള്ളി നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഈ ഒരു ഡിമാൻഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഫോൾ 25,000 റേഞ്ചിലേക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ചെറിയൊരു ഡിമാൻഡ് സോണാണ്, ഒരുപാട് തവണ ടെസ്റ്റ് ചെയ്തു അവിടെ ബയേഴ്സ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ സോണാണ്. ബട്ട് ഇന്നത്തെ ഒരു സെല്ലിംഗ് പ്രഷറിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി 25,000 ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. സോ ഇന്നത്തെ ദിവസം ഞാൻ പുതിയ പൊസിഷൻസ് എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമില്ല. എന്തായാലും ഒന്ന് കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യാനാണ് തീരുമാനം. മറിച്ച് ഈ 25,555 അല്ലെങ്കിൽ 600 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത 200 പോയിന്റ്സിൻ്റെ അപ്സൈഡ് ഞാൻ ആ ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും ഇന്ന് ഞാൻ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും ട്രേഡ് ചെയ്യുക. ഇന്നത്തെ ഒരു ഗ്യാപ്പ് ഡൗൺ ആൻഡ് ആ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് അതിജീവിക്കില്ല എന്നുള്ള കാര്യം വിലയിരുത്തി മാത്രം നമ്മൾ മുന്നോട്ട് പോവുക. കാര്യം വേൾഡ് മാർക്കറ്റ്സിൽ പല അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് സ്റ്റോക്സ് ഇന്ന് ന്യൂസിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ന്യൂസസൊക്കെ നിലവിലുണ്ട്. ഇന്ന് വീൽസ് ഇന്ത്യയുടെ റിസൾട്ട് വരുന്നുണ്ട്, K&R റെയിൽ എഞ്ചിനീയറിംഗ് റിസൾട്ട് വരുന്നുണ്ട്, റെയിനിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വിശാൽ മെഗാമാർട്ടിൻ്റെ ഒരു ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ മോസ്റ്റ്ലി 6.5% സ്റ്റേക്ക് വിശാൽ മെഗാമാർട്ടിൻ്റെ സെല്ല് ചെയ്യാൻ പോവുകയാണ്. ബ്ലോക്ക് ഡീൽ വഴിയാണ് സെല്ല് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. സോ VMM എന്ന കമ്പനി ഹോൾഡ് ചെയ്യുന്നവരൊന്ന് കെയർഫുൾ ആയിട്ട് ഹോൾഡ് ചെയ്യുക. ഓക്കെ, മേ ബി ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാം. GMDCയും ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട് വിത്ത് NTPC ടു എന്താ പറയുക, കോൾ ആൻഡ് ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ ഡൗൺസ്ട്രീം യൂട്ടിലൈസേഷന് ബന്ധപ്പെട്ട് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് GMDC NTPCയും കൂടെ ചേർത്ത് ജോയിൻ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. പിന്നെ കോൾ ഇന്ത്യയുടെ ഒരു ടെൻഡറിൽ MSTC എന്ന് പറഞ്ഞ കമ്പനി ഒരു ലോവസ്റ്റ് ബിഡറായിട്ട് വന്നിട്ടുണ്ട്. ശേഷം IOC മാർച്ച് 6 IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ബോർഡ് മീറ്റിംഗ് കൺസിഡർ ചെയ്യുന്നുണ്ട് ഡിവിഡൻഡ് പ്രഖ്യാപിക്കാനായിട്ട്. പിന്നെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് 1.5%. അത്യാവശ്യം മോശമില്ലാത്തൊരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. അപ്പം അത്യാവശ്യം ന്യൂസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കാം ഏതൊരു ഇൻഡസ്ട്രി ബേസ്ഡ് ന്യൂസസൊക്കെ നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടർ ഒന്ന് ഫോക്കസ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. CNX ഫാർമ നമുക്ക് നോക്കാം. നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് നമുക്ക് നോക്കാം. കണ്ടില്ലേ, CNX ഫാർമ ഉള്ള കൂട്ടത്തിൽ അത്യാവശ്യം സ്ട്രെങ്ത് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. CNX ഫാർമ. ഓക്കെ, അപ്പോൾ ഫാർമ ഇൻഡെക്സ് നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് വയ്ക്കാം. ഫാർമ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫാർമ 23,916 ആണ് ഒരു റെസിസ്റ്റൻസ്. ആൻഡ് ഫാർമ നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ്ലി ഹോൾഡ് ചെയ്യുകയാണ്. അപ്പം 23,450 മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയാൽ നിഫ്റ്റി ഫാർമ സ്റ്റോക്കുകളിലായിരിക്കും മേ ബി ഇനി കുറച്ച് ദിവസത്തേക്കുള്ള ഒരു നല്ല മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പം എന്തായാലും ഇതൊന്ന് വാച്ച് ചെയ്യാം. നിഫ്റ്റി ഫാർമ ബേസ്ഡ് സ്റ്റോക്കുകളൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. പിന്നെ പ്രത്യേകിച്ച് സെലക്ട് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. എന്തായാലും മാർക്കറ്റ് മോശമായതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നത്. അപ്പോൾ എന്തായാലും ലൂപ്പിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രക്ചറലി ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ പോവുകയാണ്. സോ ലൂപ്പിനൊക്കെ ആയിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യണത്. അത്യാവശ്യം നല്ല പ്രൈസ് ആക്ഷൻ, ലൈക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം ഹയർ ഹൈ തന്നു പോവുകയാണ് ലൂപ്പിൻ. അപ്പം തിരിച്ചൊരു പുൾ ബാക്ക് ഉണ്ടാവും ലൂപ്പിൽ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ സ്റ്റോക്കുകൾ, ഇൻഡെക്സുകൾ സ്ട്രെങ്ത് കാണിക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം നിങ്ങൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ലൂപ്പിൽ തന്നെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് ഇതൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രേക്ക് ഔട്ടാണ്. ബ്രേക്ക് ഔട്ടിന് ശേഷം ഡൗൺ സൈഡ് വന്നു,
ആൻഡ് അത് താഴത്തെ ക്യാൻഡിൽ വരെ വന്ന് ടച്ച് ചെയ്ത് സ്റ്റോപ്പ് ലോസ് അണ്ടി നടത്തിയിട്ടാണ് യൂപ്പിൻ പോലുള്ള സ്റ്റോക്കുകൾ പോയിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത്രയും വലിയ വോളറ്റിലിറ്റി ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവരെന്തായാലും പേടിച്ചിട്ട് സ്റ്റോക്ക് സെല്ല് ചെയ്യാറാണ് പതിവ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ബ്രേക്ക് തരുന്നു, നല്ലൊരു ഡീപ്പർ പുൾ ബാക്ക് തരികയാണ്, ആൻഡ് വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു, കൺസോളിഡേറ്റ് ചെയ്യുന്നു, ആൻഡ് വീണ്ടും അപ്സൈഡ് പോകുന്നു. സോ ഇപ്പം കുറച്ച് ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ മേ ബി അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ കാണിക്കുന്നുണ്ട്. മേ ബി തിരിച്ചും വീണ്ടും ഡീപ്പർ പുൾ ബാക്ക് തന്നായിരിക്കും തിരിച്ച് കയറുക. സോ അപ്പം ലൂപ്പിൻ പോലുള്ള കമ്പനികൾ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ, മുന്നത്തെ പ്രൈസ് ആക്ഷൻ ഹിസ്റ്ററി ബേസ് നമ്മൾ പഠിക്കുക, കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ കുറച്ച് ഡീപ്പർ പുൾ ബാക്സും ആൻഡ് കൺസോളിഡേഷൻ ഈ ഒരു സ്റ്റോക്കിൽ പതിവാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രൈസ് ആക്ഷൻ മുന്നത്തെ പഠിക്കുക, കണ്ടില്ലേ? ഒരു പെട്ടെന്നുള്ളൊരു മൂവ്മെൻ്റ് അല്ല, ഓരോ മൂവ്മെൻറ്റിന് ശേഷം അത്യാവശ്യം നല്ല ഡീപ്പർലി ഉള്ളൊരു പുൾ ബാക്ക് നമുക്കിവിടെ കാണാൻ കഴിയും, കണ്ടില്ലേ? ഇതിൽ ഒരു ഫുൾ കാര്യങ്ങളിൽ കുറേ കാലമായിട്ട് ഇങ്ങനെയാണ്, ബൈയും തരുന്നു, ഒരു പുൾ ബാക്ക് വരുന്നു, ബൈയും തരുന്നു, ഒരു പുൾ ബാക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്കുകളും ടെക്നിക്കലി നമ്മൾ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കാം. സോ ഇന്നെന്തായാലും കെയർഫുൾ ആയിരിക്കും. കൂടുതൽ ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിന് അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റ് ഓൺ ആവട്ടെ, ജസ്റ്റ് ഒന്ന് പ്ലേ ആവട്ടെ. നമുക്കൊരു സാധാരണക്കാർക്ക് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് മാറി നിൽക്കാം. മാർക്കറ്റിൽ നിന്ന് ഉള്ള ട്രേഡ്സ് എല്ലാം ഹോൾഡ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, സോ താങ്ക് യു.